നാളെ ഒരാൾ പറയുന്നുണ്ടായിരുന്നു എന്താണ് പുട്ടി കുറച്ചാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട്. ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ 1-2 വിശേഷങ്ങളും 1-2 സങ്കടങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റുള്ള ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ട്, നിങ്ങൾ എനിക്ക് തന്ന സ്നേഹം, നിങ്ങൾ എൻ്റെ കൂടെ എന്നെ നിർത്തിയത് കൊണ്ടാണ് എനിക്ക് ഇതിലൂടെ വിജയിക്കാൻ കഴിയുന്നതും മുന്നോട്ട് പോകാൻ കഴിയുന്നതും. ഞാനിങ്ങനെ ഒരു ചാനൽ തുടങ്ങുമ്പോൾ എന്നെക്കൊണ്ടത് എന്താണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ എന്നും എനിക്കറിയില്ലായിരുന്നു. എങ്കിലും ഓരോ ദിവസം കൂടുന്തോറും ഞാൻ എന്താണ് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹത്തോടു കൂടെ മുന്നോട്ടുള്ള യാത്ര വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുകളും നിങ്ങളുടെയൊക്കെ ഹെൽപ്പും കൂടെ എനിക്ക് ഉണ്ടാവണം എന്നും കൂടെ പറയാണ്. അതുപോലെ വീഡിയോ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ക്യാമറയിൽ നോക്കാൻ എനിക്ക് കഴിയില്ല. എന്താണ് എനിക്ക് കണ്ണിലേക്ക് സൂര്യപ്രകാശം അടിക്കുമ്പോൾ അത് കണ്ണിനൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ കണ്ണിന് പ്രശ്നമുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ നാളെ ഒരാൾ പറയുന്നുണ്ടായിരുന്നു എന്താണ് പുട്ടി കുറച്ചാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ജന്മന എൻ്റെ സ്കിന്ന് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്തറിയുമ്പോൾ വീഡിയോയിലൂടെ തന്നെ നമുക്ക് പരിചയപ്പെടാം. അടുത്തറിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം, പരിചയപ്പെടാം. അതിനൊക്കെ പഠിച്ച് നമുക്ക് എനിക്കും പറയാൻ എനിക്കും അത് കേൾക്കാനും നിങ്ങൾക്കും ഒക്കെ തൗഫീക്ക് നൽകട്ടെ. അതുപോലെ എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റായിട്ട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഒരു 2-3 മിനിറ്റ് ഓരോ മനുഷ്യർക്കും സമയം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. ജീവിതത്തിൽ ഏറ്റവും നമുക്ക് വിലമതിക്കാൻ ആവാത്തൊരു കാര്യം എന്ന് പറയുന്നത് അവരവരുടെ സമയമാണ്. അപ്പം നിങ്ങളുടെ സമയത്തിൽ നിന്ന് ഒരല്പസമയം, ഒരു 2-3 മിനിറ്റ് ഡെയിലി നിങ്ങൾ എനിക്ക് വേണ്ടി മാറ്റി വെക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമാണ് എനിക്ക് ചാനലുമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പം നിങ്ങളുടെ കൂടെ നിങ്ങളൊരാളായി ഞങ്ങളെയും നിങ്ങളുടെ കൂടെ നിർത്തണം, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. എൻ്റെ പ്രാർത്ഥനയിൽ ഇൻഷാ അല്ലാഹ് എന്നും നിങ്ങളുണ്ടാകും. നിങ്ങൾ എനിക്ക് തന്ന ഹെൽപ്പ്, നിങ്ങൾ എനിക്ക് തന്ന സഹായം, നിങ്ങൾ എൻ്റെ കൂടെ നിങ്ങളുടെ കൂട്ടത്തിലൊരായി എന്നെ നിർത്തിയത്, ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ എന്നും എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്താറുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് പറയേണ്ടത് എന്നുള്ളത് അറിയണില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.